അരവിന്ദ് കേൾക്കാമെങ്കിൽ ഇനി ഇസ്രായേലിൽ നിന്നോ ഇറാനിൽ നിന്നോ കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ, 2 വിമാനങ്ങൾ കൂടി ഇന്ന് ഇസ്രായേലിൽ നിന്ന് എത്തുന്നുണ്ട്. 8:45 എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിമാനം നമുക്കറിയാം വ്യോമപാത അടക്കം അടച്ച സാഹചര്യത്തിൽ വിമാനം 10:30 കൂടി പാലം വിമാനത്താവളത്തിൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിമാനം എത്തുന്നുണ്ട്. 12:30 ഇസ്രായേലിൽ നിന്നുള്ള ഒരു വിമാനം ഇങ്ങോട്ട് എത്തുകയാണ്. കൂടുതൽ ഇന്ത്യക്കാരെ മടക്കിയെത്തിക്കാനുള്ള നടപടികൾ ശക്തമായി തന്നെ തുടരുമെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് മലയാളിയായ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ നമ്മൾ കേട്ടത്. ശ്രീലക്ഷ്മി ജെറുസലേമിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സാഹചര്യങ്ങൾ സമാധാനപരമായിട്ടാണ് മുന്നോട്ട് പോയത്. അവരെ അവിടെ നിന്ന് നേരെ ജോർദാനിലേക്ക് എത്തുകയും അവിടെ നിന്ന് കുവൈറ്റിലേക്ക് എത്തിച്ചതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പേരെ വരും മണിക്കൂറുകളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കും. വരുന്ന അടുത്ത എയർഫോഴ്സിന്റെ വിമാനത്തിലാണ് അടുത്ത ഇസ്രായേലിൽ നിന്നുള്ളവർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഇന്ത്യക്കാർ, കൂടുതൽ മലയാളികൾ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ 2300-ലധികം ഇന്ത്യക്കാരെയാണ് ഇറാനിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ സംഘമാണ് ഡൽഹിയിൽ എത്തിയത്. അല്പസമയം മുമ്പ് മുംബൈ സ്വദേശികളുടെ അടക്കം വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. അവർ പറയുന്നത് തങ്ങൾ വരുന്ന വഴിയിലെല്ലാം ബോംബുകൾ പൊട്ടുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നു. എന്തായാലും ശ്രീലക്ഷ്മിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റ് ഇസ്രായേലിൽ നിന്ന് വരുന്നവർ അരവിന്ദ്, ഞാനൊന്ന് ഇടപെടുന്നു.